പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിഭൂതി ഇന്ന് നോമ്പ് അങ്ങനെ നമ്മൾ ആരംഭിച്ചു. ഇന്ന് പരിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ച് ചാരം ശരീരത്തിൽ കുരിശടയാളം വരച്ചൊക്കെ നമ്മൾ നന്നായിട്ട് ആരംഭിച്ചിട്ടുണ്ടല്ലോ. പ്രിയ സഹോദരങ്ങളെ, കൂടെ കുമ്പസാരിക്കാനും എല്ലാ ദിവസവും ബലിയർപ്പിക്കാനും കുടുംബ പ്രാർത്ഥന കുറേ കൂടി ഏകാഗ്രതയോടെ അർപ്പിക്കാനായിട്ടും നമുക്ക് പ്രത്യേകം വിധത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ഇടവകളിലൊക്കെയുള്ള വാർഷിക ധ്യാന ശുശ്രൂഷകളൊക്കെ നല്ല ഉണർവോടെ സാധാരണ പങ്കെടുക്കും. ഒരു പടി കൂടി, ഈ വർഷം ഞാൻ മരിക്കുകയാണെങ്കിൽ അടുത്ത മണ്ടയ്ക്ക് ഞാനില്ല എങ്കിൽ, ഞാൻ അടുത്ത വിഭൂതിക്ക് ഞാൻ ഇല്ല എങ്കിൽ, അതുപോലെ ഇന്നേ ദിവസം ഇന്ന് തുടങ്ങി നല്ല തീക്ഷ്ണതയോടെ നമുക്ക് കൃപയിൽ ജീവിക്കാനായിട്ടുള്ളൊരു പരിശ്രമം നമുക്ക് നടത്താം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് പരിശുദ്ധ പിതാവിൻ്റെ നോമ്പുകാല ഒരു ചിന്തയാണ്. അതിൽ പിതാവ് പറയാണ്, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനും ക്രിസ്തുവിനെ അനുഗമിക്കാനുമുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കാനുള്ള സ്വീകാര്യമായ അവസരമാണ് നോമ്പ് കാല യാത്ര. അതായത് ക്രിസ്തുവിനെ, വചനം നമുക്ക് നോക്കാം, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനും ക്രിസ്തുവിനെ അനുഗമിക്കുവാനുമുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കാനുള്ള സ്വീകാര്യമായ അവസരമാണ് നോമ്പുകാലം. അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തുവുമായിട്ടുള്ള ഈ ഒരു കണ്ടുമുട്ടൽ, അതിനെ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ആഗ്രഹം എത്രമാത്രമുണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ. എനിക്ക് അതുവഴി ഈശോയുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ, ഞാൻ എത്ര പ്രതികൂലത്തിലാണെങ്കിലും അല്പനേരം ഈശോയുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രനാകുന്ന അവസ്ഥ, അങ്ങനെയുള്ള ഉന്നതമായ ബോധ്യങ്ങളിലേക്ക് വഴി നടത്താനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ നോമ്പുകാലം വലിയ കൃപയുടെയും അഭിഷേകത്തിൻ്റെയും ഉണർവിൻ്റെയും കാലഘട്ടമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.